Thank you so much for watching my channel. So I am Steffi, and today this video totally is dedicated for all the Malayalis out there. ഇപ്പം കുറെ ആൾക്കാർ UK മൂവ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ആയാലും നഴ്സസ് ആയാലും there are a lot of things that are required for you to bring here. അപ്പം കുറെ ആൾക്കാർക്ക് ഇതിന്റെ ഡൗട്ട്സും കാര്യങ്ങളും എന്റെയും കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഐ അസ്യൂം ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ കാണും, എന്തൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്, ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടാത്തത്, അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കുമോ. ഈ വീഡിയോ ഈസ് അപ്ഡേറ്റഡ് വേർഷൻ. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള വീഡിയോ ആണിത്. സോ ഞാൻ എന്റെ ലഗേജും കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ്, ഞാൻ വന്നത് എയർ ഇന്ത്യയിലാണ്. അപ്പൊ എയർ ഇന്ത്യയിൽ എത്ര ലഗേജ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അത് ജസ്റ്റ് ടെൽ യു. 23 2 ലഗേജസ് വിച്ച് മീൻസ് ടോട്ടൽ 46 ആയിരിക്കണം. അപ്പം നിങ്ങൾ 3 ലഗേജ് കൊണ്ടുവന്നാൽ ഇറ്റ് ഷുഡ് ബി ടോട്ടൽ 46 അങ്ങനെ. അപ്പൊ ഞാൻ 23 ഈച്ച് 2 ലഗേജും 7 kg ഹാൻഡ് ബാഗും ഉണ്ട് നമ്മുടെ ടിക്കറ്റ്. 43 ലഗേജും 7 kg ഹാൻഡ് ബാഗും. അതല്ലാതെ ഫോർ ഗേൾസ് ദർ ഇസ് എ ബോണസ്. നമുക്കിപ്പം ഹാൻഡ് ബാഗ് എന്ന് പറയുന്ന ഒരു പുറകിലുള്ള വലിയ ബാഗ് 7 kg നമുക്ക് കൊണ്ടുവരാം. അതല്ലാതെ നമുക്കൊരു ഹാൻഡ് ബാഗ് എടുക്കാം. ഹാൻഡ് ബാഗ് ആസ് നമ്മുടെ സ്ലിംഗ് ബാഗ്, സൈഡ് ബാഗ്, അല്ലെങ്കിൽ വേസ്റ്റ് ബാഗ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. അതൊന്നും അവർ വേ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ഇപ്പം ഓബ്വിയസ്ലി ഫോർ ഗേൾസ് കൂടുതൽ സാധനങ്ങൾ നമുക്ക് കാണത്തില്ല കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പം ഇത് ഇത്രയും 3 സാധനങ്ങൾ മതി. ലഗേജും മറ്റേ ബിഗ് ഹാൻഡ് ബാഗ് മാത്രമേ അവർ വേ ചെയ്യത്തുള്ളൂ ഫോർ 7 kg ബിഗ് ഹാൻഡ് ബാഗ്. അതല്ലാതെ നമ്മളിപ്പോ സ്ലിംഗ് കൊണ്ടുവരുക, വേസ്റ്റ് ബാഗ് കൊണ്ടുവരിക, അതൊന്നും അവർ വേ ചെയ്യത്തില്ല. അപ്പൊ ഇഷ്ടംപോലെ സാധനങ്ങളാണ് അത് സ്റ്റഫ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. So the next thing would be this is a universal adapter. ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇന്ത്യയിലുള്ള പ്ലഗ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ സർക്കിൾ പ്ലഗ് പോയിന്റ്സ് ആണ് 3 4 whatever 3. ബട്ട് ഇവിടുത്തെ സർക്കിൾ അല്ല, ഇവിടുത്തെ ആണെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലിരിക്കും. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ് ഗൈസ്. ഇത് യൂണിവേഴ്സൽ അഡാപ്റ്റർ ആണ്. ആക്ച്വലി ഇത് US, ജപ്പാൻ, തായ്, യൂറോപ്പ്, അമ്മേ എങ്ങോട്ടാണെങ്കിലും ഇത് നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ. സോ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 എണ്ണം കരുതിയെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒരെണ്ണം യൂസ് ആകുന്നില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ നിങ്ങളുടെ അടുത്തുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യാം, ബട്ട് അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും മോർ കൺവീനിയന്റ്. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് കടകളൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യണം, ലാപ്ടോപ്പ് ചാർജ് ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം കൊണ്ടുവരിക. ഇങ്ങനത്തേത് ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ഇറ്റ്സ് റെക്ടാംഗിൾ ഷേപ്പിന്റെ ആണ് ഇതിന്റെ ഓരോരോ നോബുകൾ. ഞങ്ങളുടെ ഇവിടെ സർക്കിൾ ആണല്ലോ, ഇത് റെക്ടാംഗിൾ ഷേപ്പ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. പിന്നെ ഇപ്പൊ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സെറ്റ്. അതിന് മുമ്പ് ഞാൻ എന്റെ ലഗേജ് തുറക്കട്ടെ. ലഗേജിനെ ഇഷ്ടം പോലെ തന്നെ ലഗേജ്. ലഗേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചൺ സെറ്റ് ആസ് ഇൻ ഇവിടെ പ്രയോറിറ്റി തിങ് നമ്മുടെ ഇടയ്ക്ക് സ്റ്റൗവ് ഒക്കെ ആണല്ലോ. ഇവിടെ ഇൻഡക്ഷൻ കുക്കേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തേത് കൊണ്ടുണ്ട് ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന സോസ് പാൻ ആയാലും കുക്കർ ആയാലും. കുക്കർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുക്കർ കൊണ്ടുവരണം. അറ്റ്ലീസ്റ്റ് 2-3 liters ഉള്ള കുക്കർ കൊണ്ടുവരണം. സോസ് പാൻ ഇങ്ങനത്തേതുള്ള ബേസ് ഉള്ള സോസ് പാൻ കൊണ്ടുവരണം. ഫ്രൈ പാൻ ആയാലും കുക്കർ ആയാലും ചരുവം, എന്തൊക്കെ നിങ്ങൾക്ക് ചൂടാക്കാൻ വേണ്ടി ആവശ്യമുണ്ടോ അതെല്ലാത്തിന്റെയും പുറകിൽ ഇങ്ങനത്തെ സംഭവം വേണം. ആസ് ഇൻ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡക്ഷൻ സ്റ്റവ് വെക്കുന്ന പാത്രങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് തരും. എല്ലാ കടയിൽ പോയി ഞാനിങ്ങനെ വേ ചെയ്ത് നോക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇഷ്ടംപോലെ സാധനം കൊണ്ടുവരണമെങ്കിൽ ഇതിനൊന്നും വെയിറ്റ് കാണരുതല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ ചെന്ന് വേ ചെയ്ത് മിനിമം വെയിറ്റ് ഉള്ളത്, ബട്ട് ദെൻ ക്വാളിറ്റി നല്ലതായിരിക്കണം ഫോർ ലോങ് ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ആയതുകൊണ്ട്. സോ ദിസ്. പിന്നെ സ്മോൾ ഡബ്ബാസ് ആൻഡ് ഫോർ സ്റ്റോറേജ് പർപ്പസസ് അതൊക്കെ കൊണ്ടുവരാം. ദിസ് ഇസ് അനദർ ഡബ്ബ ആൻഡ് ഫോർ സ്റ്റോറേജ് പർപ്പസ് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാം. പിന്നെ കുറെ മസാലകള് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കടയിലൊക്കെ കിട്ടും. ഇവിടെ അസ്ഡ ഉണ്ട്, ഇവിടെ ടെസ്കോ, ഇതൊക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സ് ആണ്, ഹൈ ലെവൽ സൂപ്പർ മാർക്കറ്റ്സ്. ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. മസാലകളായാലും ഉപ്പ്, മുളക്, എന്ത് സാധനങ്ങളായാലും നിങ്ങൾക്ക് അവിടെ കിട്ടും. തുണികളായാലും ഹോം വെയർസ് ആയാലും എല്ലാം കിട്ടും. ബട്ട് ഇനീഷ്യൽ ആ സ്റ്റാർട്ടിങ് 1 to 2 months കണ്ടുപിടിക്കാൻ പ്രശ്നം, സ്ഥലങ്ങളൊക്കെ ഇച്ചിരി പാടല്ല. അപ്പൊ ഇനീഷ്യലി നിങ്ങളൊരു സേഫ് സൈഡ് ബാക്കപ്പ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലകൾ, ഇപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
രസം കഴിക്കുന്നവർ രസമിന്റെ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി, ഉപ്പ് മുളക് ആൻഡ് സ്റ്റഫ് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവരിക. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. മറ്റേ 1 to 2 months അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു സമയം കഴിയുമ്പം നിങ്ങൾക്ക് എന്തായാലും കട കണ്ടുപിടിക്കുമല്ലോ, അപ്പൊ പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങൾ അവിടെ കിട്ടും. സോ ഇറ്റ്സ് ഫൈൻ. ആട്ടയും ചോറൊന്നും കൊണ്ടുവരരുത് കേട്ടോ, അതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. സോ ഇനിഷ്യൽ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഇപ്പം മാഗി ആൻഡ് സ്റ്റഫ് ഇപ്പൊ കൊണ്ടുവരുവാണെങ്കിൽ അവിടുന്ന് ഫോർ ക്വിക്ക് ഈറ്റബിൾസ് അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ 1-2 days ഇറ്റ്സ് ഫൈൻ. പിന്നെ നിങ്ങൾ ഇച്ചിരി ഇച്ചിരി കറക്കി വെള്ളോട്ട് പോകുമ്പോൾ ചോറും ആട്ടയും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ ചരുവം, സ്പൂണ്, തവി ആൻഡ് സ്റ്റഫ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക. ഡബ്ബാസ്, ഡൗസ്, സ്പൂൺ, എക്സ്ട്രാ സ്പൂൺസ് ഒക്കെ ഇവിടെ കൊണ്ടുവരുന്ന ഫോർ ഇനീഷ്യൽ പർപ്പസസ് യു ക്യാൻ യൂസ് ഇറ്റ്, റൈറ്റ്? സോ അങ്ങനെ. പിന്നെ ചോപ്പിംഗ് പാഡ്, ചോപ്പിംഗ് ബോർഡ്, ചോപ്പ് ചെയ്യാൻ ശരിക്കും അറിയാത്തവർ ചോപ്പിംഗ് ബോർഡ് കൊണ്ടുവരാൻ മറക്കരുത്. എനിക്ക് ഇച്ചിരി പോലും അറിയത്തില്ല, ചോപ്പിംഗ് ബോർഡ് ഇല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ചോപ്പിംഗ് ബോർഡ് കൊണ്ടുവരാൻ മറക്കരുത്. ഫൈൻ. പിന്നെ പാത്രങ്ങൾ, നോർമൽ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടിക്കാനുള്ള പാത്രങ്ങൾ ആൻഡ് സ്റ്റഫ് അതൊക്കെ കൊണ്ടുവരിക. ആൻഡ് ഫ്ലാസ്ക്, വാട്ടർ ബോട്ടിൽസ് റിക്വയർഡ് ആണെങ്കിൽ ഒരെണ്ണം കൊണ്ടുവരിക. ഇറ്റ്സ് ഫൈൻ. ഫ്ലാസ്ക് ഒക്കെ തണുപ്പ് തുടങ്ങിയല്ലോ, അപ്പൊ തണുപ്പ് വരാറായപ്പോ നിങ്ങൾക്ക് ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം വരും. അപ്പൊ ഫ്ലാസ്ക് ഒരെണ്ണം ഐഡിയൽ സൈസ് ഫ്ലാസ്ക് കൊണ്ടുവരും. ഇവിടെയും കിട്ടും, അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ. പിന്നെ ഇപ്പൊ നമ്മുടെ കോസ്മെറ്റിക് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം ഇനീഷ്യൽ 1 to 2 months വേണ്ടിയിട്ടുള്ള ഇപ്പൊ ക്രീം ആയാലും ഷാംപൂസ് ആയാലും കണ്ടീഷണേഴ്സ്, ഫേസ് വാഷസ് ആൻഡ് എവറിത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഇപ്പം ബെഡ്ഷീറ്റ്, ടവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ സാധനങ്ങൾ കൊണ്ടുവരിക. അല്ലെങ്കിൽ ക്ലിപ്പ്, ഹാങ്കർ ആൻഡ് സ്റ്റഫ് അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം കൊണ്ടുവരുന്നത് ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവരിക. ഇങ്ങനത്തെ സ്റ്റോറേജ് ഡബ്ബ ആൻഡ് എവറിത്തിങ് അതൊക്കെ കൊണ്ടുവരിക. പിന്നെ കോഫിയും ടീ ഒക്കെ സ്പെഷ്യലി കുടിക്കുന്ന ആൾക്കാര് അതൊക്കെ ഇവിടെ കിട്ടും. ബട്ട് ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഐ ആം എ കോഫി ഫാൻ, സോ ഇങ്ങനത്തെ കുറെ പാക്കറ്റ്സ് 200 പാക്കറ്റ്സ് കിട്ടിയായിരുന്നു. അപ്പം കൊണ്ടുവരാൻ കൺവീനിയന്റ് ആണ്, ഒത്തിരി ഇങ്ങനെ വീർത്തൊന്നും ഇരിക്കത്തില്ല. അപ്പം ഞാൻ എല്ലാം കൂടെ അങ്ങ് സെപ്പറേറ്റ് ഡബ്ബക്കകത്ത് ആക്കിയിട്ടു. സോ ദിസ് ഇസ് നെസ്കഫേ. സോ ഇങ്ങനത്തേത് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഫൈൻ. അങ്ങനെ. പിന്നെ മൈനർ തുണി കഴുകുന്ന സ്ക്രബ് കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 1 month 2 month ഒരു വീക്കിന് വേണ്ടിയാണ് സ്ക്രബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരിക. പിന്നെ വേറെ ടവൽ, ബ്ലാങ്കറ്റ്, എവറിത്തിങ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചോ. പിന്നെ മറക്കാതിരിക്കാൻ വേണ്ടി മേടിച്ച് കഴിയുമ്പോൾ ടിക് 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 ഇട്ട് വെക്കാം. ഓക്കെ. പിന്നെ വേറെന്തുവാ, ക്ലോത്ത്സ്, ഹാങ്കർ, ചപ്പൽ. ഓ മൈ ഗോഡ്, ചപ്പൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ നോർമൽ വീട്ടിലിട്ട് നടക്കുന്ന സ്ലിപ്പറില്ലേ അത് കൊണ്ടുവരണം. ഇവിടെ എന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നമ്മളിപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ 200-300 ഒക്കെ അങ്ങനെ ചപ്പൽ കിട്ടും, ലൈക്ക് മാക്സിമം. പക്ഷെ ഇവിടെ ആണെങ്കിൽ അതിനൊക്കെ 34 pounds 24 pounds ഒക്കെ ഉണ്ടെന്ന് ഫ്രണ്ട്സ് ഒക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ പറയും. സ്റ്റാർട്ടിങ്ങിലെ സമയം നിങ്ങൾ റൂമിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചപ്പൽ നോക്കാൻ വേണ്ടി പോകാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ചപ്പൽ കൊണ്ടുവരിക. പിന്നെ ഷോൾഡർ ഇതും കൊണ്ടുവരിക, വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ കോട്ടൺ ബഡ്സ് ആൻഡ് സ്പെക്സ് ഇടുന്നവർ ബാക്കപ്പ് ആയിട്ട് എക്സ്ട്രാ ഒരെണ്ണം കൊണ്ടുവരിക. ഇപ്പൊ ഒരെണ്ണം പൊട്ടി പോവാ, കളഞ്ഞു പോവാ, എന്തെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ബാക്കപ്പിന് കാണും. അതുകൊണ്ട് ഒരു കണ്ണാടി കൊണ്ടുവരിക. യാ. പിന്നെ there are another things like medications. മരുന്നുകൾ കൊണ്ടുവരാൻ മറക്കരുത്. ഇവിടെ ആണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കാൻ ഒത്തിരി ഈസി അല്ല. അപ്പം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് GPക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. GPനെ രജിസ്റ്റർ ചെയ്ത ജനറൽ പ്രാക്ടീഷണർ, അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു 1-1.5 മാസം എടുക്കും. അപ്പം സ്റ്റാർട്ടിങ്ങിലെ സമയത്ത് ഇനീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ എനിക്ക് അല്ലാതെ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ സംഭവമൊന്നും അങ്ങനെ ഇവിടെ ഇല്ല. അപ്പം ഇനീഷ്യൽ സാധനങ്ങൾ നിങ്ങൾക്ക് നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ഏതെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷനോടെ നിങ്ങൾ ആ മരുന്നും കൊണ്ടുവരിക. പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരാൻ മറക്കരുത്, ആ മരുന്ന് നിങ്ങൾ കൊണ്ടുവരിക.
Okay, like initial things I would say, like these borolin, ബീറ്റഡിൻ പോവിഡിൻ ഐഡീൻ ഓർ സോഫ്രാമൈസിൻ കൈയൊക്കെ മുറിയുക അങ്ങനൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കൈ പൊള്ളുക കൈ മുറിയുക ഇത് തന്നെ പരിപാടി. അപ്പം കൈ പൊള്ളുക മുറിയുക അങ്ങനെ വെച്ചാൽ സോഫ്രാമൈസിൻ ഒക്കെ കൊണ്ടുവരിക, ബാൻഡേജസ് കൊണ്ടുവരിക ഇഫ് റിക്വയർഡ്, വോളിനി കൊണ്ടുവരിക, ബാക്ക് പെയിൻ ഉള്ളവർ സ്പ്രേസ് ഒക്കെ കൊണ്ടുവരിക, മെട്രോജിൽ, ഡെറലാക് ലൂസ് മോഷൻസ്, പിന്നെ റാൻറ്റഡീൻ ആന്റാസിഡ്, levocetirizine for allergies, and amoxicillin. എനിക്ക് തൊണ്ടയ്ക്ക് വരുന്ന സ്റ്റഫ് വരുമ്പോൾ amoxicillin works wonders. അപ്പം ഞാൻ amoxicillin ക്യാരി ചെയ്യും. അപ്പം അങ്ങനെ കോട്ടൺ ഇനിഷ്യൽ സംഭവങ്ങളിൽ ലൈക്ക് നേസിവിയൻ ഫോർ നോസ് ബ്ലോക്ക് ആൻഡ് സ്റ്റഫ് ഇഫ് റിക്വയർഡ്. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, ഡൈജീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ വേറെ തുണികളുടെ സെറ്റിൽ പറയുവാണെങ്കിൽ സ്വെറ്റേഴ്സ് ഒക്കെ ഏറെ നിങ്ങൾ മേടിച്ചോണ്ട് വരണ്ട കേട്ടോ. ഇപ്പം ഇനീഷ്യൽ ലൈക്ക് ഇങ്ങനത്തെ സ്ലൈറ്റ് സ്വെറ്റേഴ്സ് ഒക്കെ മേടിക്കുക. ജാക്കറ്റ് എന്ന് പറയുമ്പം ഒരു ജാക്കറ്റ് ക്യാരി ചെയ്യുന്നത് ഇസ് ഇനഫ്. അങ്ങനെ എനിക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജാക്കറ്റുകൾ 2-3 പറക്കി എന്തായാലും വെക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ജാക്കറ്റ് ക്യാരി ചെയ്യുന്നത് ഇസ് മോർ ദാൻ ഇനഫ്. അതിനുവേണ്ടി സ്പെഷ്യലി മേടിക്കാൻ പോകണ്ട. ക്യോങ്കി ഇവിടെയും ഓൾമോസ്റ്റ് ആ വിലയ്ക്കൊക്കെ തന്നെ നല്ല മെറ്റീരിയലിന്റെ നല്ല ജാക്കറ്റുകൾ കിട്ടുന്നതാണ്. ക്യോങ്കി ഇവിടുത്തെ തണുപ്പിന്റെ ഹിസാബ്സേ ഇവിടുത്തെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇവിടുത്തെ ജാക്കറ്റ് ഇവിടെ വന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ലൈക്ക് എന്റെ ജാക്കറ്റ് ഇങ്ങനത്തെ, സോ ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് കൊണ്ടുവരിക. ഇറ്റ്സ് വിത്ത് എ ഹുഡി തിങ്, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അങ്ങനെ ബാക്കി ഇവിടെ ഒക്കെ ആണെങ്കിൽ ഈ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ജാക്കറ്റുകളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ സ്വെറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏറെ വണ്ണമുള്ള സ്വെറ്റേഴ്സ് ഒന്നും കൊണ്ടുവരരുത്. ഞാനാണെങ്കിൽ വലിയ സ്റ്റൈൽ വണ്ണമുള്ള നല്ല സ്വെറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരും. പക്ഷെ സ്വെറ്റേഴ്സിനൊക്കെ പറയുമ്പം നമ്മളിപ്പം വെളിയിലോട്ട് പോകുമ്പം നമുക്ക് മണ്ടിക്ക് ഒന്നൊരു ജാക്കറ്റ് ഇടാം. അപ്പൊ ആ ജാക്കറ്റും കൊണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് തണുപ്പൊക്കെ സെറ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പം സ്വെറ്ററും അകത്തിട്ടുണ്ടോ ഇന്നറും അകത്തിട്ടുണ്ടോ എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോവോ റെസ്റ്റോറൻറ്റിൽ പോവോ ഒരാൾ വീട്ടിൽ പോവുക, നമ്മുടെ വീട്ടിൽ തിരിച്ചു വരെ നമുക്ക് ഊരിടാന്ന് പറയാം. ഇപ്പൊ വേറെ എവിടെയെങ്കിലും വി ആർ ഗോയിങ് ടു വിസിറ്റ്, അപ്പം നമുക്ക് ജാക്കറ്റ് ഊരാൻ പറ്റും. അത്രയും എല്ലായിടത്തും ഹീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജാക്കറ്റ് ഊരാൻ പറ്റും, പക്ഷെ സ്വെറ്റർ ഊരാൻ പറ്റില്ല. അപ്പം കൂടുതൽ ചൂടുള്ള സ്വെറ്റേഴ്സ് അങ്ങനെ ഇടാതിരുന്നു കഴിഞ്ഞാൽ ജാക്കറ്റ് നല്ല ക്വാളിറ്റി ജാക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജാക്കറ്റ് നമുക്ക് ഊരിയിടാം. സ്വെറ്റർ ഇട്ട് നമുക്ക് ആ ചൂടത്ത് ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സോ ഇവിടുത്തെ ആൾക്കാരും പ്രിഫർ മോർ കോട്ട്സ്, ജാക്കറ്റ്സ് ദാൻ സ്വെറ്റേഴ്സ്. അങ്ങനെ $- സ്വെറ്റേഴ്സ് ആൻഡ് കോട്ട്സ് ഒക്കെ കൊണ്ടുവരിക. അങ്ങനെ ഒത്തിരി അങ്ങനെ സ്വെറ്റേഴ്സ് നിറച്ച് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആവശ്യമില്ല അതുകൊണ്ട്. സോ പിന്നെ സോക്സസ്, എക്സ്ട്രാ സോക്സസ് ഫോർ നഴ്സസ് സ്പെഷ്യലി. ബ്ലാക്ക് ഷൂസ് കൊണ്ടുവരാൻ മറക്കരുത്. ഫുൾ ബ്ലാക്ക് ഷൂസ് ഫോർ ഓസ്കി ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെ ബ്ലാക്ക് സോക്സ് ആസ് വെൽ. അപ്പം സോക്സിന്റെ സെറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 3-4-5 പെയർസ് കൊണ്ടുവരിക. ക്യോങ്കി ഇവിടെ ഇപ്പം തണുപ്പാകുമ്പോൾ തുണികൾ ഉണങ്ങാനൊക്കെ പാടാണ്. അപ്പം സോക്സിന്റെ ആവശ്യമുള്ളത്രയും പെയർസ് കൊണ്ടുവരിക. പിന്നെ അണ്ടർ ഗാർമെന്റ്സ് ഇഫ് യു ഗൈസ് ബ്രിങ്ങിങ് നോ മാൻഡേറ്ററി. സോ കൊണ്ടുവരുമ്പം എക്സ്ട്രാ കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് 10-15 പെയർസ് കൊണ്ടുവരിക. അഗൈൻ വാട്ട് ഐ സെഡ് കീപ് തുണി ഉണങ്ങാനൊക്കെ പാടായോണ്ട് എക്സ്ട്രാ റിക്വയർഡ് ആയിരിക്കും. പിന്നെ വേറെ എന്തുവാ, ഷൂസ് ഒക്കെ ആണെങ്കിൽ ഏറെ മേടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെയർ ബ്ലാക്ക് ഷൂസ് കൊണ്ടുവരിക, ഒരു പെയർ സ്പോർട്സ് ഷൂസ് കൊണ്ടുവരിക, സ്ലിപ്പേഴ്സ് കൊണ്ടുവരിക. ഇഫ് യു ഹാവ് ബൂട്ട്സ്, വിട്ടിട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബൂട്ട്സ് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇവിടെയും കിഡു ബൂട്ട്സ് ഒക്കെ കിട്ടും. ഇവിടെ ആണെങ്കിൽ പ്രൈമാർക്ക് ഉണ്ട്, H&M ഉണ്ട്, മാംഗോ ആൻഡ് വാട്ട് ഓൾ, ഐ മീൻ കുറെ കടകളുണ്ട്. അപ്പൊ അവിടെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ മേടിക്കാം. ഇൻഫാക്ട് ചീപ്പ് പ്രൈസ് ഉള്ള കടകളും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓൾമോസ്റ്റ് ഇന്ത്യൻ ലെവലിലൊക്കെ, ഐ മീൻ ഇന്ത്യൻ മണിയിലൊക്കെയുള്ള കോട്ടും സ്വെറ്റേഴ്സും എല്ലാം കിട്ടും. ചപ്പൽ, ഷൂസ്, എവറിഥിങ് ഓൾമോസ്റ്റ് ഇന്ത്യൻ മണ്ണിലുള്ളത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും. പക്ഷെ ഇനീഷ്യൽ സമയത്തിന് വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുന്നത്. സോ യാ. പിന്നെ ഇപ്പം വേറെ എന്ന് പറയുമ്പം ഇലക്ട്രിക്കൽസ് ഒക്കെ സ്പെഷ്യലി കൊണ്ടുവരുവാണ് എങ്കിൽ ഇലക്ട്രിക്കൽസ് ആസ് ഇൻ ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ നഴ്സസ് സ്പെഷ്യലി ലാപ്ടോപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്ലാസ്സസ് ആൻഡ് സ്റ്റഫ്. അപ്പം ലാപ്ടോപ്പ് കൊണ്ടുവരുക, ചാർജർ കൊണ്ടുവരുവാണ്.
എങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പിന്നെ എക്സ്റ്റൻഷൻ, ഒരു 2-3 ബോർഡിൽ എക്സ്റ്റൻഷൻ കൊണ്ടുവരുവാണെങ്കിലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്യോങ്കി 2-3 സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഡാപ്റ്ററും അറ്റ്ലീസ്റ്റ് 2 കൊണ്ടുവരാൻ വേണ്ടി. ഇഫ് ബൈ ചാൻസ് 2-3 സാധനങ്ങൾ എമർജൻസി ചാർജ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്യാരി 1. പിന്നെ പവർ ബാങ്കും ഈസ് ടു എ ലിമിറ്റ് ഇമ്പോർട്ടൻറ്റ്. എനിക്കിപ്പം ഇവിടെ നിങ്ങൾ പോകുക, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഫോണിന് ബാറ്ററി ബാക്കപ്പ് കൂടുതലില്ല എങ്കിൽ ഒരു പവർ ബാങ്ക് ഇസ് ലൈക് ന്യൂട്രലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നായിരുന്നു, ഇതുവരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ബട്ട് ജസ്റ്റ് ഇൻ കേസ് ഞാൻ റീസെന്റ് വരെ അടുത്ത് പോയപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ക്യോങ്കി പവർ ബാങ്ക് വാസ് നോട്ട് ദേർ. സോ ഞാൻ കൊണ്ടുവന്നില്ല, എക്സ്പെക്ട് ചെയ്തില്ല പവർ ഇതായി പോകുന്നു, ബാറ്ററി ലോ ആയി പോകുന്നു. അപ്പൊ പിന്നെ പവർ ബാങ്ക് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ബിൻ ഫൈൻ. പിന്നെ ബ്ലാങ്കറ്റും പില്ലോ ഒന്നും കൊണ്ടുവരരുത്, കർത്താവിനെ ഓർത്ത്. അത്രയും സ്ഥലവും നമ്മുടെ ലഗേജിനകത്ത് കാണത്തില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കും, അതൊന്നും അതിനകത്ത് കയറത്തില്ല. അപ്പൊ ഈ ബ്ലാങ്കറ്റ് ഒന്നും കൊണ്ടുവരരുത്. ഫൈൻ. പിന്നെ കത്തി, സിസേഴ്സ്, സേഫ്റ്റി പിൻസ് ഇതെല്ലാം കൊണ്ടുവരരുത് എന്ന് പറയുന്ന ആൾക്കാർ 2-3 അടിച്ചു കൊടുക്കുക. കൊണ്ടുവരാം, നോ പ്രോബ്ലം. ഇതെല്ലാം ലഗേജിനകത്ത് അയക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാഗ്, ഹാൻഡ് ബാഗിനകത്ത്, നമ്മുടെ അടുത്തുള്ള ബാഗിനകത്തൊന്നും വെക്കരുത്. കത്തി കൊണ്ടുവരാം, നല്ല മൂർച്ചുള്ള കത്തി കൊണ്ടുവരാം, നോ പ്രോബ്ലം. സിസേഴ്സ് കൊണ്ടുവരാം, സേഫ്റ്റി പിൻ ആയാലും, തയ്ക്കുന്ന സ്യൂയിങ് പിൻസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതിനെ ബാഗിനകത്ത് വെക്കണം. എണ്ണകൾ കൊണ്ടുവരാം, വീട്ടിലെ സ്പെഷ്യൽ കാച്ചി എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരാം. അതൊന്നും ബാഗിൽ വെക്കരുത്, ലഗേജിനകത്ത് വെക്കണം. ഹാൻഡ് ബാഗിൽ വെക്കരുത്, ലഗേജിനകത്ത് വെക്കണം. എങ്കിൽ ഹാൻഡ് ബാഗിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് 100 ml കൂടുതൽ ഒരു സാധനവും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ 100 ml കൂടുതൽ വല്ല സാധനമുണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് യുവർ സാനിറ്റൈസർ, ഈ ടൂത്ത് പേസ്റ്റ്, ഒന്നും നിങ്ങൾക്ക് ബാഗിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇതിനകത്ത് വെക്കണം. ബട്ട് ദർ ഇസ് അനദർ ഹാക്ക്. ഞാനാണെങ്കിൽ എനിക്ക് കാച്ചിയ എണ്ണ മമ്മി കൊടുത്തു വിട്ടായിരുന്നു. അപ്പൊ ആ എണ്ണ വെച്ചത്, അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരിക്കുവാണെങ്കിൽ കാച്ചിയ എണ്ണ ഇവിടെ വെക്കുന്നത്. പിന്നെയാണ് അറിഞ്ഞത് എണ്ണയൊന്നും നമുക്ക് ലിക്വിഡ് ഫോമിൽ നമുക്കൊന്നും വെക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ ഒരു ദിവസം മുമ്പേ അത് ഫ്രീസറിൽ വെച്ച് അത് മൊത്തം കട്ടയാക്കിയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ കട്ടയായി കഴിഞ്ഞപ്പോൾ അത് ലിക്വിഡ് ഫോമിലല്ലോ, അപ്പം അത് സോളിഡ് ഫോം ആയില്ലേ. സോ അതപ്പം അനദർ ഹാക്ക്. അപ്പൊ സോളിഡ് ഫോമിൽ കൊണ്ടുപോകാൻ വേണ്ടി കാച്ചിയ എണ്ണ എന്തായാലും നകർന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ സോളിഡ് ഫോമിലാക്കി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് നമ്മുടെ ബാഗിനകത്ത് കൊണ്ടുവരിക. ഓക്കെ. പിന്നെ ദീസ് ആർ ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ്. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ റൊട്ടി ഉണ്ടാക്കുന്ന ആൾക്കാര് ബേലൻ അങ്ങനത്തെ റൊട്ടിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അങ്ങനത്തെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആകുന്ന സാധനങ്ങൾ. കാൽക്കുലേറ്റർ ആൻഡ് സ്റ്റഫ് നോട്ട് റിക്വയർഡ്. വാച്ചൊക്കെ ഇവിടെ യൂസ് ഇല്ല. പക്ഷെ വാച്ചൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ജസ്റ്റ് ഫോർ ഫാഷൻ പർപ്പസ് ആൻഡ് എവറിത്തിങ്, ജസ്റ്റ് ഇടാൻ ഇഷ്ടമാണെങ്കിൽ കൊണ്ടുവരിക. ഇവിടെ ഫോബ് വാച്ച് ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫോബ് വാച്ച് ഇവിടെ ഞങ്ങളുടെ ട്രസ്റ്റിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാം എഴുതാൻ പോയപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിപ്പോൾ അവിടെ അവരെ പ്രൊവൈഡ് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ഫോബ് വാച്ച്. ഐ വിൽ ഷോ എ ഫോട്ടോ റൈറ്റ് ഹിയർ. താക്കി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മേടിച്ചു. അങ്ങനെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടെ വന്നിട്ട്. ജസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് അവിടെ ഓൾറെഡി ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോബ് വാച്ചിന്റെ ഓപ്ഷൻ വന്നില്ല. സോ ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഗെറ്റ് അങ്ങനെയാണെങ്കിൽ മേടിച്ചോ. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരാൻ മറക്കരുത്. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരു ഫയലിലാക്കിയിട്ട്, ഇപ്പൊ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ, നിങ്ങളുടെ വാക്സിനേഷൻസ്, നിങ്ങളുടെ BCG വാക്സിനേഷൻ തൊട്ട് നിങ്ങൾക്ക് കോവിഡ് വാക്സിനേഷൻ വരെയുള്ള എല്ലാ വാക്സിനേഷൻസ് കയ്യിലെടുത്തോണം. ആധാർ കാർഡ്, പാൻ കാർഡ്. ഇവിടെ വന്ന് ആധാർ കാർഡ്, പാൻ കാർഡ് ഇസ് എവറിഥിങ് ഇൻവാലിഡ്. പക്ഷെ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം പറ്റില്ല. അപ്പം ഇതൊക്കെ കരുതിക്കൊണ്ട് വരിക. പിന്നെ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് മാഗി കൊണ്ടുവരിക, ബിസ്ക്കറ്റ്സ് കൊണ്ടുവരിക. സ്റ്റാർട്ടിങ്ങിലെ സമയത്ത് ലൈക്ക് നംകീൻ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇവിടുത്തെ കടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ലോലി ഡിസ്കവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം സൗത്ത് ഇന്ത്യൻ കടകൾ കിട്ടും. ഇപ്പൊ അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയും പുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള പുട്ടുപൊടി, അതെല്ലാം റെഡിമെയ്ഡ് ആയ സാധനങ്ങൾ കിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ള ബുദ്ധിമുട്ടിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം ശരിയാവും. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. സ്റ്റാർട്ടിങ്ങിൽ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ ആവും. പക്ഷെ ഒരു സമയം കഴിയുമ്പം, ഫ്യൂ മന്ത്സ് കഴിയുമ്പോൾ, ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പം, ആ ഒരു റൂട്ടീൻ തുടങ്ങുമ്പോൾ അതെല്ലാം അൺകംഫർട്ടബിൾ ഫീലിംഗ് മാറി കിട്ടും. സോ എവറിഥിങ് ഈസ് ഫൈൻ. സോ ഞാനും ഈ
2-3 മന്ത്സിന് ഇതെല്ലാം ഗോ ത്രൂ ചെയ്തതാണ്. സോ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഇറ്റ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദർ ആർ സർട്ടൻ ഹാക്സ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞത്. സോ യു ക്യാൻ ജസ്റ്റ് try those hacks and bring your things to UK. So it's totally fine guys. I mean, ഒരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായി നടക്കും. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പെട്ടെന്ന് വരിക. And I hope everybody is safe and fine. Thank you so much for watching my video. There are a lot more things to come in. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം വീട് മാറണം, വീട് കണ്ടുപിടിക്കണം, വീട്ടിലോട്ട് മൂവ് ചെയ്യണം. അതൊക്കെ ബിഗ് പ്രൊസീജിയർ. സോ അതിന്റെ ഒക്കെ ഞാൻ അപ്ഡേറ്റ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. Subscribe, like, share and subscribe guys. So you guys can get more updates. So thank you so much for watching my channel. Bye bye.